ഹായ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചെറിയ വിഭവമാണ്. ഇത് പണ്ട് മുതലേ അമ്മമ്മമാരൊക്കെ നമ്മുടെ വീട്ടിൽ ധാരാളമായി ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുമോ എന്നറിയില്ല, എന്നെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിതിവിടെ ചെയ്യുകയാണ്. പുളിയും മുളകും ഞെവിടുക എല്ലാവരും പൊതുവെ വീടുകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽ മുളക് അഥവാ ഉണക്കമുളക് 5 എണ്ണം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളംപുളി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുപ്പത്ത് ഒരു നല്ല ചീനച്ചട്ടി വെച്ച് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ഉള്ളിയും വളരെ സ്വാദിഷ്ടം തന്നെയാണ്. ചെറിയ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഇത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒഴിക്കാതെ തന്നെയാണ് ഈ സവാള നമ്മൾ അതിനകത്തിട്ട് ചൂടാക്കുന്നത്. ഒരു നല്ലവണ്ണം വഴണ്ട് ബ്രൗൺ നിറം ആവണമെന്നില്ല. അതിനു മുൻപ് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ സവാളയെ മാറ്റാം. വീണ്ടും അതേ ചീനച്ചട്ടിയിൽ തന്നെ 5 വറ്റൽ മുളക് നമ്മൾക്ക് ചൂടാക്കിയെടുക്കാം. ഒരു ബ്ലാക്ക് നിറം, അതായത് കരിയല്ല, കരിയുന്നതിന് മുമ്പുള്ള ഒരു നിറം, ഒരു ബ്രൗൺ കഴിഞ്ഞിട്ടുള്ള ഒരു നിറം ആകുമ്പോൾ നമ്മൾക്ക് അത് ഓഫ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി അതിലേക്ക് ഈ മുളകിനെ ഇടുക. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള കൊടംപുളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, നല്ലവണ്ണം കൈ കൊണ്ട് ഞെരടി നല്ലവണ്ണം യോജിപ്പിക്കുക. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി അത് ഞെരടി അതൊരു നല്ലൊരു പരുവമാകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ലൊരു പാകമായിട്ടുണ്ട്. കഞ്ഞി, കപ്പ അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെയെല്ലാം ഇത് നമുക്ക് ഒരു എടുത്ത് കറി അല്ലെങ്കിൽ ഒരു തൊടുകറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കപ്പയും മീൻകറിയും ഇല്ലാതെ കപ്പയ്ക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്ത് നമുക്ക് കപ്പ ഇതിൽ മുക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴങ്കഞ്ഞി കഴിക്കുന്നവർക്ക് ഇത് നല്ല വിഭവമാണ്. ചൂട് ചോറിൻ്റെ കൂടെയും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് എരിവും പുളിയും ഉപ്പുമൊക്കെ ചേർന്നിട്ടുള്ള ഒരു നാവിന് വളരെ സ്വാദിഷ്ടമായി ഉള്ള ഒരു വിഭവമാണ്. ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്കായി ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.